എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Sun card, Empress energy, Two of Pentacles, Ten of Swords, Three of Swords, Hanged Man energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൺ എനർജി ആൻഡ് ത്രീ ഓഫ് സോട്സ് കണക്ഷൻസ് ആണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല സംഘർഷങ്ങളും അതിജീവിച്ചിട്ടുള്ള മുന്നോട്ടേക്കുള്ള യാത്രയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ചധികം നാളുകളായിട്ട് മാനസികമായിട്ട് ഒത്തിരി തളർന്നിരിക്കുന്ന വ്യക്തികൾ ആണ് നിങ്ങളെങ്കിൽ, പ്രത്യേകിച്ച് പ്രണയ നൈരാശ്യമോ അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി വിശ്വസിച്ചിട്ടുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഉൾവലിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആളുകളായിട്ട് ബന്ധം അല്ലെങ്കിൽ കുറച്ച് വളരെ സോഷ്യലായിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം മൂലം നിങ്ങളിലേക്ക് തന്നെ ഉൾവലിഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിച്ച ആ ഒരു സ്നേഹം, തിരിച്ച് ആ ഒരു ആത്മാർത്ഥത ലഭിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ അധികം പുറത്തിറങ്ങുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് വീട്ടിൽ അടച്ചിരിക്കുക, അല്ലെങ്കിൽ ആളുകളായിട്ട് അധികം കമ്പനി ആവാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ ഈ ഒരു മാസത്തിൽ അതിൽ നിന്ന് നിങ്ങൾ പതുക്കെ പുറത്ത് കിടക്കാൻ നിങ്ങളായിട്ട് തന്നെ തീരുമാനിക്കും. ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി ലെവലിൽ വരെ എത്തി നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ സ്വയമേ തിരിച്ചറിയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് വെച്ചിട്ട് എല്ലാ വ്യക്തികളും അതുപോലെ അല്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് എല്ലാവരിലും നിന്ന് നിങ്ങൾ ഉൾവരേണ്ട കാര്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ വീണ്ടും തിരിച്ച് നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്നു എന്ന് പറയാം ഈ ഒരു മാസത്തിൽ. പിന്നെ വർക്കിൽ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പ്രൊഫഷണൽ കാര്യങ്ങളിൽ നിങ്ങൾ മാനസികമായിട്ട് വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പ്രൊഫഷണലിൽ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളവർ വീണ്ടും തിരിച്ച് നിങ്ങളുടെ കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. വളരെയധികം തിരിച്ച് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആത്മവിശ്വാസം നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനി കൂടുതലായിട്ട് നിങ്ങൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ താൽക്കാലികമായിട്ട് ബന്ധങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരോടും സംസാരിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള പ്രണയബന്ധമോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അമിതമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു, ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ എംപ്രസ് എനർജി ആൻഡ് ടെൻ ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇതൊരു ഫേസാണ്. ഈ ഒരു ഫേസിൽ നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കാം, പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആരെയും വിശ്വസിക്കരുത് എന്നുള്ളൊരു പാഠം പഠിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതായത് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ലേണിംഗ് ഫേസ് ആയിരുന്നു. ഈ സമയത്ത് നിങ്ങൾ പഠിക്കേണ്ടതൊക്കെ പഠിച്ചു. പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയാനുള്ള വീട്ടമ്മമാരിൽ ചില ആളുകൾ നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ളവർ, നിങ്ങൾ പ്രത്യേകിച്ച് ചെറിയ കാര്യങ്ങളായിരിക്കും, വലിയ കാര്യം അല്ലെങ്കിൽ കൂടിയും ആ ഒരു വിശ്വാസം അവരെ തകർത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാഹചര്യം. ചില ആളുകൾ സ്വർണ്ണമായിട്ട് ബന്ധപ്പെടുത്തിയ സാഹചര്യമുണ്ട്. ഇപ്പോൾ സ്വർണം പണയം വയ്ക്കാൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ സ്വർണം സൂക്ഷിക്കാൻ കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ പിന്നെ അത് തിരിച്ചു കിട്ടാതെ പോകുന്നതും അല്ലെങ്കിൽ അങ്ങനെ, അതായത് ഒന്നുകിൽ അവരുടെ ഭാഗത്തു നിന്നൊരു ചതിയാവാം, അല്ലെങ്കിൽ അവർ കെയർലെസ് ആയിട്ട് എവിടെയോ വച്ച് നഷ്ടപ്പെടുത്തി, പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കൂടുതൽ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതായത് നിങ്ങളുടെ സെൽഫ് കെയർ, നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ എടുക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. അതുകൂടാതെ നിങ്ങൾ മറ്റുള്ളവരെ അതായത് അമിതമായിട്ട് സോഷ്യലാവുന്നില്ല, പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങളിൽ സോഷ്യലി കുറച്ചു ആക്റ്റീവ് ആകുന്നു. പക്ഷെ കൂടുതലായിട്ട് നിങ്ങൾ കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും ഈ ഒരു മാസം. ഈ ഒരു സാഹചര്യവശാൽ ജോലിയിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോലിയിൽ പുതിയ കോഴ്സ് പഠിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് പുതിയ ജോലിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ
ഒരു എനർജിയാണ്. ചാരിയറ്റ് എനർജി ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചാരിയറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മുന്നേറ്റം എന്നുള്ളതാണ്. എംപ്രസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ദുഃഖത്തിൽ, ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് മുമ്പോട്ടേക്ക് പോകുന്നു. വാഹനയോഗവും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു 10 of Wands എനർജി, 10 of Swords എനർജി കണക്ഷൻസ് ആ ഒരു ദുഃഖത്തിൽ നിന്ന്, ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരികയാണ്. റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്ന ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ സർജറിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സർജറി റിക്കവറിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സർജറി എന്നൊക്കെ നിങ്ങൾ പതുക്കെ ഇതൊക്കെ ഭേദപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യമാണ്. ചില ആളുകൾക്ക് ഇപ്പോൾ നിങ്ങളോട് വളരെ അടുപ്പമുള്ളവരല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കാം. അങ്ങനത്തെ ഒരു സർജറീസ് മക്കൾക്കായിരിക്കാം ചിലപ്പോൾ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുന്നു. ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലും ഇവിടെ സൂചിപ്പിക്കുന്നു. എംബ്രസ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജി കണക്ഷൻസ് ആണ്. പലരെ സംബന്ധിച്ച് നിങ്ങൾ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ചിന്തിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിയിരുന്നത് കരിയറിലായിരുന്നു ഈ ഒരു സമയം. പക്ഷെ നിങ്ങൾ പല പല കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കരിയറിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ജീവിതം തന്നെ നിങ്ങൾ തിരിച്ചു പിടിക്കുന്നു എന്നുള്ളത്. പിന്നെ ചില ആളുകൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഒത്തിരി സെൻസിറ്റീവാണ്. അപ്പോൾ അതേപോലെ വളരെ മറ്റുള്ളവരോട് സ്നേഹവും സഹാനുഭൂതിയും കൂടുതലുണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും കൊണ്ടിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് റൈറ്റിംഗ്, പബ്ലിഷിംഗ് മേഖലയിൽ സാധ്യതകൾ നിൽക്കുന്നുണ്ട്. അതായത് പുസ്തകങ്ങൾ എഴുതുക, കവിത, കഥകൾ, ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കലാപരമായിട്ട് പ്രത്യേകിച്ച് സാഹിത്യ മേഖലയിൽ നിങ്ങൾക്ക് സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമാണ്. കലാപരമായിട്ടും സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ചെറിയ തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ആ തടസ്സങ്ങളൊക്കെ നിങ്ങൾ അതിജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നല്ലൊരു സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കലാപരമായിട്ട് നിങ്ങളുടെ ചില അവാർഡ്സ് അതുപോലുള്ള കാര്യം, സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഒക്കെ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ടാവും ചില ആളുകൾക്ക്. അതേപോലെ തന്നെ അവാർഡ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവേ നല്ലൊരു സമയമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ ഒരു മുന്നേറ്റമാണ്. കുറച്ചധികം നാളായിട്ട് ഒന്ന് സ്റ്റക്കായിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പതുക്കെ മുന്നേറാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അവാർഡുകൾ, നിങ്ങളെ ആദരിക്കുന്നൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മറ്റുള്ളവർ 4 ആളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അവാർഡുകളോ പൊന്നാട എണീക്കൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ സാധ്യമാകുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ 2 of Pentacles and 3 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പ്രൊഫഷണലി കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം, അതായത് വരുമാനം, സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നേറാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജോലി എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരു സൈഡായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ബിസിനസ് മേഖലയിൽ മുന്നേറണം എന്നുള്ളൊരു ചിന്തയാവും. ബിസിനസ് പരമായിട്ട് നിങ്ങൾ മുന്നേറാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ നിങ്ങൾ മുന്നേറുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ഈ ഒരു മാസത്തിൽ. ചില ആളുകളെ സംബന്ധിച്ച്, എല്ലാവരിലും അല്ല. അപ്പോൾ ജോലി തുടരുന്നു, അതോടൊപ്പം തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബിസിനസ് ചെറിയ രീതിയിൽ മുന്നേറി ബിസിനസ് വലിയൊരു വിജയമാകുന്നുണ്ടെങ്കിൽ ജോലി നിർത്തി ബിസിനസ്സിലേക്ക് പോകാമെന്നുള്ളൊരു ചിന്തയിലേക്ക് കാണുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കാൻ പറ്റിയ ഒരു സമയമല്ല. സൗഭാഗ്യങ്ങളുടെയൊക്കെ ഒരു സമയമാണ്. പല കാര്യങ്ങളും ചില സിറ്റുവേഷനിലോ അല്ലെങ്കിൽ സാഹചര്യത്തിലോ നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ടാവില്ല ഇത് നല്ലൊരു സമയമാണ് എന്നുള്ളത്. കാരണം കൊച്ചു തടസ്സങ്ങൾ ഇടയ്ക്ക് വരും. പക്ഷെ ആ തടസ്സങ്ങളെ അതിജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ആ ഒരു തടസ്സം വന്നതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ നിന്നു പോകണം എന്നല്ല. കാരണം ഈ ഒരു സമയം ഇങ്ങനത്തെ ഒരു എനർജി വളരെ പോസിറ്റീവാണ്. അപ്പോൾ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമയമായതുകൊണ്ട് ഈ കൊച്ചു തടസ്സങ്ങൾ അത് വലിയ കാര്യമാണ്, ഇപ്പോൾ സമയം ശരിയല്ല എന്നുള്ളൊരു ചിന്ത മാറ്റുക. സമയം വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളായിട്ട് അതിനു വേണ്ടി ശ്രമം, അതായത് ഇപ്പോൾ അടുത്തിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് മാറിയിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു തോന്നലാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നേറാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനുവേണ്ടി പരിശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.